ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓറിയോ മിൽക്ക് പുഡിങ്ങുമായിട്ടാണ്. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 19 ബിസ്ക്കറ്റാണ് ഞാൻ പുഡിങ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ 4 ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. ആദ്യം 15 എടുത്തിട്ട് അതിൻ്റെ ക്രീമും ബിസ്ക്കറ്റും സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ആ ക്രീം നമ്മൾ പിന്നീട് യൂസ് ചെയ്യുന്നതാണ്. ബിസ്ക്കറ്റ് മാത്രമായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ക്രീമും ബിസ്ക്കറ്റും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ബിസ്ക്കറ്റ് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൾസ് ചെയ്ത് മാത്രം പൊടിച്ചെടുക്കുക. ഒറ്റ സ്ട്രെച്ചിന് അരച്ച് കഴിഞ്ഞാൽ അത് കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പൾസ് ചെയ്ത് മാത്രം പൊടിച്ചെടുക്കുക. ചെറിയ ചെറിയ തരികളുണ്ടെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ആ രീതിയിൽ ഞാൻ പൊടിച്ചെടുത്തതാണിത്. ഇതിലേക്ക് നമുക്കിനി ബട്ടർ ചേർത്ത് കൊടുക്കണം. മെൽറ്റ് ചെയ്ത ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് തണുപ്പ് മാറിയ ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മെൽറ്റ് ആയിട്ടില്ല. അപ്പോൾ അത് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ആ ബിസ്ക്കറ്റ് പൗഡറിലേക്ക് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ബിസ്ക്കറ്റിൻ്റെ എല്ലാ ഭാഗത്തും ബട്ടർ ഒന്ന് ആയി കിട്ടണം. ഇനി ഈ ബിസ്ക്കറ്റിൻ്റെ പൗഡർ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ബേസ് ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. ഈ പുഡിങ് ചെറിയ ചെറിയ പാത്രങ്ങളിൽ സെറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് പീസായിട്ട് അങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പുഡിങ് അല്ല. അപ്പോൾ ചെറിയ ചെറിയ പാത്രങ്ങളിൽ സെറ്റ് ചെയ്തെടുക്കാൻ നോക്കുക. ഞാനിവിടെ 2 ചെറിയ ഗ്ലാസ്സിലേക്കും ഒരു ട്രേയിലേക്കുമാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രങ്ങളിലേക്ക് ബേസ് ലെയറായിട്ട് ബിസ്ക്കറ്റ് പൊടി ഇട്ട് കൊടുത്ത ശേഷം അതൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഞാൻ ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ബിസ്ക്കറ്റ് പൗഡർ മാറ്റി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത ശേഷം 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഇത് ആക്കി എടുത്തിട്ടുള്ളത്. ഇത്രയും തന്നെ ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിൽ ആണ് ബിസ്ക്കറ്റ് പൗഡർ ആക്കിയിട്ടുള്ളത്. അപ്പോൾ തിക്നെസ്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലാക്കി കൊടുക്കുക. അപ്പോൾ ഇതൊരു 10 മിനിറ്റിന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ മുകളിലത്തേക്കുള്ള ലെയർ റെഡിയാക്കി എടുക്കണം. ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോറും കൂടി ആഡ് ചെയ്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം മാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഇളക്കി തന്നെ കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലിട്ട് മാത്രം കുക്ക് ചെയ്യണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിയിൽ പിടിച്ചിട്ട് കരിഞ്ഞു പോകും. നമ്മൾ കോൺഫ്ലോർ ചേർത്തായതുകൊണ്ട് തന്നെ കുറുകി വരുന്തോറും അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുക്കുക. അതേപോലെ ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കുറുകി വരുന്നുണ്ട്. ഈ ഒരു നന്നായിട്ടൊന്ന് കുറുകി ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരുന്ന ബിസ്ക്കറ്റിൻ്റെ ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് കയ്യിൽ വൈറ്റ് ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ്സും കുറച്ച് വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഓപ്ഷണലാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതില്ലാതെ തന്നെ നമ്മുടെ പുഡിങ് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ്സും വനില എസൻസും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചൂടായ ഈ ഒരു പാലിലേക്കാണ് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ്സും ക്രീമും ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് തിക്കായി വരും. മെൽറ്റായ ശേഷം നമ്മുടെ പാലൊന്നും കൂടി ഒന്ന് തിക്കായി വരും. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം ചോക്ലേറ്റ്സ് മെൽറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനുശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടത്. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കാവും. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ നമുക്കിത് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ 2 ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ട് ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുകളിലെ ലെയറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനാണ്, ഒരു എക്സ്ട്രാ ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലാതെ നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇതും കൂടി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ മുകളിലത്തെ ലെയറിലും കൂടി കുറച്ച് ക്രഞ്ചിനെസ് ഉണ്ടാകും. അത് നമ്മൾ ഈ പുഡിങ്ങിൻ്റെ മിക്സ് ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ചൂടോടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതും അങ്ങ് അലിഞ്ഞ് ചേരും. അപ്പോൾ ഒന്ന് തണുത്തതിന് ശേഷം അതും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടാറിയ ശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ബേസ് ലെയറിൻ്റെ മുകളിലേക്ക് ഈ ഒരു പുഡിംഗ് മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ തിക്നെസ് എത്രത്തോളം വേണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഗ്ലാസിൻ്റെ ഒരു 1/4 ഭാഗത്തോളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് നമ്മൾ ട്രേയിലേക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഗ്ലാസ്സിലേക്കും ട്രേയിലേക്കും കൂടി ആ ഫില്ലിങ് ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ലെവലാകുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതൊന്ന് അടച്ചിട്ട് കുറച്ച് നേരം ഒന്ന് സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ശരിക്കും ഇത് ഒരു 4-5 മണിക്കൂറോളം ഫ്രിഡ്ജിലിരുന്നാലാണ് കറക്റ്റായിട്ട് സെറ്റായി കിട്ടുക. ഞാനിപ്പോൾ ഒരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കിയ ശേഷം എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ
ഒഴിച്ച് വെച്ച് അതേ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ബിസ്ക്കറ്റ് അലിഞ്ഞു പോകും എന്നുള്ളത് കൊണ്ട് ഞാനൊന്ന് സെറ്റായി 1 മണിക്കൂർ സെറ്റായതിന് ശേഷം മാത്രം ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഓരോ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഗ്ലാസ്സിലേക്ക് പകുതി പകുതി ബിസ്ക്കറ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ബിസ്ക്കറ്റിൻ്റെ പൗഡറും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു 2-3 മണിക്കൂറും കൂടി ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഒരു 4-5 മണിക്കൂറോളം ഇരിക്കുമ്പോഴാണ് കറക്റ്റായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടുക. മുകളിൽ ഒരു ലെയർ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റി ആവും. പക്ഷേ ഇപ്പം നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല. ബിസ്ക്കറ്റ് പൗഡർ മാത്രം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു 3 മണിക്കൂറും കൂടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. അത്യാവശ്യം സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളിത് ഓവർനൈറ്റ് ഫുള്ള് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പീസായിട്ടൊക്കെ മുറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്കാവും. ഇപ്പോൾ ഇത് നമുക്ക് സ്പൂണിൽ കോരിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, ഒരുപാട് പണിയൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.